ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 21 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ ശനിയാഴ്ച കൂടിയ 3-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിലൂടെ കേരളത്തിൽ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 6,58,00,000 രൂപയാണ്. രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ പ്രീസെയിലായി കേരളത്തിൽ നേടിയെടുത്തിരുന്നത് 6,11,00,000 രൂപയായിരുന്നു. അപ്പോൾ രണ്ടാം ദിവസത്തെ മറികടക്കുന്ന രീതിയിലുള്ള അഡ്വാൻസ് ബുക്കിംഗാണ് കേരളത്തിൽ പ്രീസെയിലായി 3-ാം ദിവസം ഇന്ന് നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഈ സിനിമയുടെ ആദ്യ ദിവസത്തെയും രണ്ടാം ദിവസത്തെയും കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ആദ്യ ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 11,05,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 9 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 20,05,00,000 രൂപയാണ് ദൃശ്യം 3 സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ ഓപ്പണിംഗ് വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ വന്നപ്പോൾ 50,35,00,000 രൂപയായിരുന്നുവെങ്കിൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 43,30,00,000 രൂപയായിരുന്നു ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയിലെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമ ഇന്നലെ നേടിയെടുത്തിരിക്കുന്നത് 32-33 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 75 കോടിക്ക് മുകളിലാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ദൃശ്യം 3 സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 3-ാം ദിവസം എന്ന ശനിയാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അരുൺ അരുട്ടൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 14 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് അതിരടി. ചിത്രത്തിൽ ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, സെറിൻ ഷഹാബ്, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മികച്ച ഹോൾ നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ സിനിമയ്ക്ക് ദൃശ്യം 3യുടെ വരവ് തിയേറ്ററുകളുടെ എണ്ണം കുറയ്ക്കുകയും കളക്ഷൻ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ശരാശരി കളക്ഷൻ നിലനിർത്തി മുന്നോട്ട് പോകാൻ ഈ സിനിമയ്ക്ക് ആകുന്നുണ്ട്. ചിത്രം 9-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 96,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 28,66,00,000 രൂപയാണ് 9 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 57 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് സൂര്യയുടെ ആദ്യ 200 കോടി ചിത്രമായി മാറിയ തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രം 8-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 37,00,000 രൂപയാണ്. അങ്ങനെ 8 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 11,25,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ 8-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ തമിഴ്നാട് കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ 7,21,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 8 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 96,36,00,000 രൂപയാണ്. സിനിമയുടെ തമിഴ്നാട് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ പുറത്തു വന്നിരുന്നു. എന്നാൽ 9-ാം ദിവസം കൂടിയായ ഇന്ന് ശനിയാഴ്ച മാത്രമേ സിനിമ തമിഴ്നാട്ടിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടുകയുള്ളൂ. നേരത്തെ സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 207 കോടി പോസ്റ്റർ പുറത്തു വന്നിരുന്നു. എന്നാൽ 8-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയോടെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് 206 കോടി രൂപയാണ്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി എന്നിങ്ങനെ മൾട്ടിസ്റ്റാർ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ പരാജയമായി മാറുകയായിരുന്നു. സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് കേരളത്തിൽ 29,25,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ലോകമെമ്പാടുമായി 79,90,00,000 റേഞ്ചിലും ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 5 C5 OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമയുടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദൃഢം. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 14 ദിവസം കൊണ്ട് കേരളത്തിൽ 3,86,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 6,85,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. കിരൺ നാരായണൻ സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് റിവോൾവർ റിംഗോ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അഞ്ജലി നായർ, മറീന, നിരഞ്ജൻ, വിജയേഷ് കരയാട്, ലാലു ലക്സ് എന്നിങ്ങനെ താരതയിലുള്ള ഈ സിനിമയുടെ 14 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 29,45,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.